അങ്ങനെ സംസാരിക്കാനും പെരുമാറാനും കഴിയുക എന്നത് ഒരു കലയാണ്. ആ കലയുടെ പേരാണ് മനുഷ്യത്വം. ചില ചോദ്യങ്ങൾ കനൽ പോലെയാണ്. അത് ചെന്ന് പതിക്കുന്ന ഹൃദയങ്ങളെ അത് പൊള്ളിക്കും. മറ്റൊരാൾക്ക് വേദനിക്കുമെന്ന് 100% ഉറപ്പുള്ളതായ ചിലതുണ്ടാകാം. ആ മനുഷ്യരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ആ കാര്യത്തെക്കുറിച്ച് അവരോട് ചോദിക്കാതിരിക്കുക എന്നത് തന്നെയാണ്. ഒരിക്കൽ പോലും ആ വിഷയം കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവർ ഏറ്റ മുറിവുകൾ ഉണക്കുവാനായി അവർ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കുന്നുണ്ടാകും. അത്രയും കാലമെടുത്ത് അവർ ഉണക്കിയ ആ മുറിവുകൾ വീണ്ടും ഉണർത്താൻ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ചോദ്യത്തിന് കഴിഞ്ഞേക്കും. ഏത് സംസാരത്തിനിടയിലും അവരുടെ മനസ്സിലെ ആഴത്തിലുള്ള മുറിവുകളെ സ്പർശിക്കാതെ കടന്നു പോവുക, അത് മാത്രമാണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക ഉപകാരം. അങ്ങനെ സംസാരിക്കാനും പെരുമാറാനും കഴിയുക എന്നത് ഒരു കലയാണ്. ആ കലയുടെ പേരാണ് മനുഷ്യത്വം. അപരൻ്റെ കണ്ണീരിന് കാരണമാകാതിരിക്കുക, മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു മനുഷ്യനാവാതിരിക്കുക. ഒരു വരിയിൽ അക്ഷരത്തെറ്റുണ്ടായാലും അത് ഗൗനിക്കാതെ വായിക്കുന്ന ഒരു വായനക്കാരനെ പോലെയാണ് നമ്മളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവർ. അവർക്കൊരിക്കലും നമ്മുടെ വിശദീകരണം ആവശ്യമില്ല. അത്രമേൽ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ മൗനം പോലും അവർക്ക് മനസ്സിലാകും. പരിഹാസം പരാജയപ്പെട്ടവൻ്റെ ആയുധമാണ്. ഒരിക്കലും തീരാത്ത സംശയം മനസ്സിലാക്കാൻ കഴിയാത്തവൻ്റെ കഴിവുകേടാണ്. ഇവ രണ്ടിനും വേണ്ടി നാം ഒരിക്കലും സമയം പാഴാക്കരുത്. അവർക്ക് വേണ്ടി നാം സമയം ചിലവഴിക്കുന്നത് മരുഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവർ എന്തു നമ്മളെക്കുറിച്ച് പറയുന്നു എന്ന് വിചാരിച്ച് നമ്മളുടെ സമയവും സന്തോഷവും കളയരുത്. അവരുടെ പ്രശ്നമാണ്, അവർ അതിൻ്റെ പിന്നാലെ പോകട്ടെ. നമ്മുടെ ജീവിതം ഒരിക്കലും മറ്റുള്ളവർ വായിച്ചു തീർക്കാനുള്ള ഒരു പുസ്തകമല്ല. നമുക്കിനിയും കൂടുതൽ എഴുതി ചേർക്കാനുള്ള ഒരു നോട്ട്ബുക്കാണ്. ഓരോ ദിവസവും കൂടുതൽ കാര്യങ്ങൾ എഴുതി ചേർക്കാൻ നമുക്ക് കഴിയട്ടെ. ലവ് യു ഓൾ, ബി ഹാപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.